KPCCയുടെ ഒരു ദൗത്യം ഫലം കാണുകയാണ്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് താൽക്കാലിക പരിഹാരം. KPCC നിയോഗിച്ച അന്വേഷണ സംഘം NM വിജയന്റെ ബത്തേരിയിലെ വീട്ടിലെത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുടുംബത്തെ അന്വയിപ്പിച്ചത്. ഇതിന്റെ പേരിൽ ഒരു കോലാഹലം ഉണ്ടാക്കി കളയാം, അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും ഒരു പഴയ വിരോധം ഉണ്ടെങ്കിൽ അത് ഇവിടെ തീർക്കാം എന്നുള്ള നിലയിലിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു ഐറ്റമായിട്ട് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള KPCC സംഘമാണ് അവിടേക്ക് ദൗത്യവുമായി എത്തുന്നത്. കോൺഗ്രസിന് വേണ്ടി ജീവിച്ചു മരിച്ച വിജയനൊപ്പം പാർട്ടി ഉണ്ടാകും എന്ന് സണ്ണി ജോസഫ് MLA പ്രതികരിച്ചു. കാര്യങ്ങളൊക്കെ ഇവർ കേട്ടു, എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ചു. അച്ഛൻ വിശ്വസിച്ച പാർട്ടി തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളെ രക്ഷിക്കാമെന്ന് ഇവർ ഉറപ്പ് തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ ചെയ്യാമെന്ന് പാർട്ടി നേതാക്കൾ ഉറപ്പ് നൽകിയതായി വിജയന്റെ കുടുംബത്തിന്റെ പ്രതികരണമാണ് നേരത്തെ വന്നത്. ആത്മഹത്യയ്ക്ക് ഇടയാക്കിയ നിയമനക്കോഴ കേസിൽ പോലീസ് പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു. താളൂർ സ്വദേശി പത്രോസ്, പുൽപ്പള്ളി സ്വദേശി സായൂജി എന്നിവരുടെ പരാതിയിലാണ് കേസെടുത്തത്. വഞ്ചനാ കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തത്. അതിനിടെ IC ബാലകൃഷ്ണൻ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CPM നൈറ്റ് മാർച്ച് ഇന്ന് നടക്കാൻ പോവുകയാണ്.